2.5 പവന്റെ 2 ഗോൾഡ് കോയിൻ എനിക്ക് ഇങ്ങി പോകാൻ കിട്ടിട്ട് എന്തെങ്കിലും ടിക്കറ്റ് അങ്ങ് വിടാം. എന്താ പറയുന്നത്, അങ്ങ് പഠിത്തത്തിന്റെ ബുദ്ധിജീവിയുടെ ഒന്നുമല്ല, ഒരു റെഗുലർ കുട്ടി. ട്രെൻഡി എന്ന് പറഞ്ഞ് ഞാനൊരു എക്സ്പെരിമെന്റൽ പീസ് ആയിട്ട് വാങ്ങിയത് അവന് ചേരത്തില്ല. Hi guys, welcome back to my channel. If you're new to my channel, my name is Namita. I am a flight attendant and I travel the world to make a living. Welcome to another video. ഇന്ന് ബേസിക്കലി ഒരു ഡോട്ടർ മദർ എന്തേലും വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ അമ്മയോടാണ്. നിങ്ങൾക്ക് എൻ്റെ അമ്മനെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അച്ഛനെ കണ്ടു. ഞാൻ എൻ്റെ സുന്ദരിയായ അമ്മനെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അമ്മ ഇവിടെ ദുബായിൽ തന്നെയാണ്. അമ്മ ഇസ് വർക്കിംഗ്. സ്കൂളിലെ ടീച്ചറാണ്. അമ്മയ്ക്ക് ചിരിക്കാൻ മാത്രം പറ്റും. ഞാനൊരു റെപ്യൂട്ടഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. സ്കൂളിന്റെ പേര് വേണമെങ്കിൽ പറഞ്ഞേക്കാം. അമ്മയ്ക്ക് പേടി അമ്മയുടെ സ്കൂളിലെ ആൾക്കാരും തിരിച്ചറിഞ്ഞാലോ എന്നൊക്കെ. ഞാനിപ്പോ എന്തെങ്കിലും വണ്ടി സ്റ്റാർട്ട് ആക്കട്ടെ, എന്നിട്ട് പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുമല്ല, ഞാൻ എപ്പോഴും സ്കൂളിലും കോളേജിലും എല്ലാം ഒരു ടീച്ചറിന്റെ കുട്ടി, ടീച്ചറിന്റെ മോൾ എന്നുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പം എനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുമായിരുന്നു. പഠിത്തത്തിന്റെ കാര്യത്തിലല്ല കൺസിഡറേഷൻ, അല്ലെങ്കിൽ മാർക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കാര്യത്തിലല്ല കൺസിഡറേഷൻ. പക്ഷെ എപ്പോഴും ഈ ടീച്ചറിന്റെ മോളായത്, ഇവള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ PTA മീറ്റിങ്ങിന് വരാൻ നേരത്ത് അമ്മയോട് പറഞ്ഞു കൊടുക്കാല്ലേ ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ വാചോടിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ക്ലാസ്സിൽ കുറച്ച് സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടിയായിരുന്നു. എസ്പെഷ്യലി ദിവസം വൺ ടീച്ചർ എന്റെ സ്കൂളിൽ പഠിക്കാൻ നേരത്തെ എന്നെ എണീപ്പിച്ചെടുത്തിട്ട് എന്റെ കയ്യിൽ സ്കെയിൽ വെച്ച് അടിച്ചായിരുന്നു. ദുബായിൽ അത് അലൗഡ് അല്ല, എന്നിട്ടും ആ ടീച്ചർ എന്നെ അടിച്ചു. അതുകൊണ്ട് എന്താ, എപ്പൊ PTA ടീച്ചറിന് വന്നാലും എന്നെ കുറിച്ച് കംപ്ലൈന്റ്സ് ആണ്. ഞാൻ അങ്ങനെ ടീച്ചറിന്റെ മോളായതുകൊണ്ട് ഇങ്ങനെ അതിമിടുക്കി അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങ് പഠിത്തത്തിന്റെ ബുദ്ധിജീവിയുടെ ഒന്നുമല്ല, ഒരു റെഗുലർ കുട്ടി. എന്തുവാ, ഒരു റെഗുലർ കുട്ടി, ഒരു ആവറേജ് പോലും അല്ല, ഒരു ലോയിലും അല്ല ഏറ്റവും ഹൈയിലും അല്ല, ഒരു മിഡ് റേഞ്ചിലായിരുന്നു ഞാൻ. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ പഠിച്ചാലും പഠിച്ചില്ലേലും എങ്ങനെയും ഒക്കെ പാസ്സായപ്പോൾ ടച്ച് വുഡ്, ഇവിടെ വുഡൊന്നും ഇല്ല ടച്ച് ചെയ്യാൻ, പക്ഷെ എന്നാലും ലൈക്ക് ടച്ച് വുഡ് എനിക്കാണെങ്കിൽ ഉള്ള ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പഠിച്ചാലും പഠിച്ചില്ലേലും എങ്ങനെയും പാസ്സായപ്പോൾ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്തുവാ, ഞാൻ 11th പഠിക്കാൻ നേരത്തെ. ആ സമയത്ത് എൻ്റെ അമ്മ ടീച്ചറൊന്നും, എൻ്റെ അമ്മ വേറെ സ്കൂളിലായിരുന്നു ടീച്ചർ, പക്ഷെ ഞാൻ SISലേക്ക് മാറി. ആ സമയത്ത് എന്തോ ശാസ്ത്ര പ്രതിഭ എന്ന് പറഞ്ഞൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. ദുബായിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മിക്ക സ്കൂൾ കുട്ടികൾക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ശാസ്ത്ര പ്രതിഭ. എനിക്കറിയത്തില്ല ഇനി നാട്ടിലും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണോന്ന്. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. ആ സമയത്ത് ആ എക്സാമിന്റെ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പേപ്പേഴ്സ് ഒക്കെ തരും. ഭയങ്കര എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ്, എനിക്ക് ഓർമ്മൊന്നുമില്ല, ഭയങ്കര കടുകട്ടി ക്വസ്റ്റ്യൻസ്, എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു കാര്യം ഞാൻ ഇങ്ങി പോകാൻ കിട്ടിട്ട് എന്തെങ്കിലും ടിക്കറ്റ് അങ്ങ് വിടാം. അങ്ങനെ ഞാൻ ടിക്കറ്റ് വിട്ടിട്ട് അവസാനം എന്ത് പറ്റിയെന്നറിയോ, എനിക്കൊന്ന് UAE 3rd ടോപ്പർ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അതും ഹോൾ സ്കൂളിൽ എനിക്കൊന്ന് ഞാനായിരുന്നു ഫസ്റ്റോ സെക്കൻഡ്, അല്ല ഹോൾ സ്കൂളിൽ എന്തോ സെക്കൻഡും എന്തോ അങ്ങനെ എന്തൊക്കെയോ. എന്നിട്ട് എവിടെ എന്തായിരുന്നു ചെയർമാൻ ശ്രീ G. മാധവൻ നായർ സാർ, പുള്ളിക്കാരൻ എനിക്കൊന്ന് അവാർഡൊക്കെ തന്നായിരുന്നു. അതോ എനിക്ക് തോന്നുന്നില്ല, അവാർഡിന് പോയി എന്റെ പേര് വിളിച്ച് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നിട്ട് എന്തോ ഒരു ക്യാഷ് പ്രൈസ് എന്തോ ഉണ്ടായിരുന്നു, എന്തോ 500 dirhams. ആ സമയത്തേക്ക് എന്റെ അച്ഛനും അമ്മയ്ക്കും വയ്യാണ്ടായി. പിന്നെ എനിക്ക് തലവേദന, എന്നിട്ട് ഞങ്ങൾ വിചാരിച്ച ക്യാഷ് പ്രൈസ് വാങ്ങേണ്ട. സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ക്യാഷ് പ്രൈസ് ഉണ്ടെന്ന്. അവർ പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് അറിയത്തില്ല കിട്ടുമായിരുന്നു. പിന്നെ തലവേദന നോക്കിയപ്പോ ഞങ്ങൾ വിചാരിച്ച അങ്ങ് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ പോയി. ഇതാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര ഈ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ പഠിച്ചാലും പഠിച്ചില്ലേലും എങ്ങനെയും അങ്ങ് പാസ്സായി പോവും. കോമഡി ആയിരുന്നു എന്റെ സ്കൂൾ ലൈഫ്, എന്റെ കോളേജ് ലൈഫും. പിന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ മറ്റേ രേഷ്മനെ? ആ കഥ ഞാൻ പറഞ്ഞുതരാം. രേഷ്മ എങ്ങനെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞാനാണെങ്കിൽ എന്റെ അമ്മ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സ്കൂളില് അമ്മ ടീച്ചറായിരുന്നു. അപ്പം എന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഞാൻ എന്റെ പ്രീവിയസ് സ്കൂളിൽ നിന്ന് ഈ സ്കൂളിലോട്ട് എന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അറിയുന്ന 2 നല്ല കുട്ടികളുണ്ടായിരുന്നു. അമ്മ എന്തോ ക്ലാസ് ടീച്ചറോ എന്തോ ആയിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അറിയുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് രേഷ്മയും, രേഷ്മയുടെ ആ സമയത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ജുമാനയായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അറിയാം ഇവർ 2 നല്ല കുട്ടികളാണ്. അറിയാലോ ഒരു ടീച്ചറായിട്ട് നല്ല കുട്ടികളാണെന്ന് തോന്നുന്ന 2 കുട്ടികളായിരുന്നു ഇവര്. അപ്പൊ എന്റെ അമ്മ എന്ത് ചെയ്തു,
എന്റെ അമ്മ ബീങ് ദ ടീച്ചർ ദാറ്റ് ഷീ ഈസ്, എന്റെ അമ്മയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്റെ ഫസ്റ്റ് ഡേ അസംബ്ലിക്ക് പോകുന്നിടത്ത് എന്നെ ഇങ്ങോട്ട് കയറ്റിയിട്ടു. അങ്ങനെ അപ്പൊ തൊട്ട് ഞാൻ രേഷ്മയോട് ജുമാനയോട് സംസാരിച്ചു തുടങ്ങിയതാ. പിന്നെ ദാ ടച്ച് വുഡ് ഇത്രയും വർഷം വരെ ഞങ്ങളുടെ ആ ഒരു ബന്ധം നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് രേഷ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയത്. ആ സമയം തൊട്ട് 7ാം ക്ലാസ് തൊട്ട് എൻ്റെ കൂടെ ഉള്ള വ്യക്തിയാണ് രേഷ്മ. ടീച്ചറുടെ മോൾ ആയതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ എന്തെങ്കിലും ഷോർട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇടാൻ നേരത്ത് ചില സമയത്ത് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന പോലെ സംസാരിക്കും. അത് ഇത് ഈവൻ ലൈക്ക് ഡെയിലി കാര്യങ്ങളാണേലും അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനോടാണേലും ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന നേരത്ത് ഇങ്ങനെ എന്റെ അമ്മ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലാണ് ഞാനും പഠിപ്പിക്കുന്ന പോലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലർക്ക് ചില സമയത്ത് എന്നോട് പറയാറുണ്ട് എന്താ കുറച്ചൊന്ന് മായത്തി സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിന്റെ റിയൽ റീസൺ ഇതാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എങ്ങോട്ടേക്കായി പോകുന്നതെന്ന്. ഞാനാണെങ്കിൽ സൗരുവിന്റെ കഴിഞ്ഞ മാസം സൗരുവിന്റെ ബർത്ത്ഡേ ആയിരിക്കാൻ നേരത്തെ സൗരുവിന് ഇവിടുന്ന് ദുബായിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ട് ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഒരു സ്വെറ്റർ ടൈപ്പ് ആയിരുന്നു, ഒരെണ്ണം ഒരു പുതിയൊരു ഫാഷൻ ട്രെൻഡി, സൗരുവിന് ഫാഷനൊക്കെ ഇഷ്ടമായതുകൊണ്ടാണെങ്കിൽ ഒരു ട്രെൻഡി ടൈപ്പ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായി. അപ്പം ആ ട്രെൻഡി എന്ന് പറഞ്ഞ് ഞാനൊരു എക്സ്പീരിമെന്റൽ പീസ് ആയിട്ട് വാങ്ങിയത് അവന് ചേരത്തില്ല. അപ്പൊ ഞാൻ സൗരുവിന്റെ ആ ഷർട്ട് തിരിച്ചു കൊടുത്ത് വേറെ എന്തെങ്കിലും വാങ്ങാനായിട്ട് പോവാണ്. കൂട്ടത്തിൽ അമ്മയ്ക്കാണെങ്കിൽ ദിവാലി കാരണം അവധിയാണ്, 4 ദിവസം അമ്മയ്ക്ക് അവധിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അമ്മേനെയും കൂടെ കൊണ്ട് പുറത്തൊന്ന് പോകുന്നത്. എനിക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പം DCC പോയിട്ട് ആ ഷർട്ട് ചേഞ്ച് ചെയ്ത് പിന്നെ അമ്മയ്ക്കൊരു സിനിമയും കാണണമെന്ന് പറയുന്നു. സോ ചിലപ്പോൾ ആ പുതിയതായിട്ട് ഇറങ്ങിയ അമരൻ എന്ന് പറഞ്ഞ ആ മൂവിയും കണ്ട് മിക്കവാറും വീൽ കോൾ ഇറ്റ് എ ഡേ. ആൻഡ് ഐ തോട്ട് അമ്മയുടെ കണ്ണാടി ഒന്ന് മാറ്റാം, അത് റിഫ്ലക്ഷൻ അടിച്ചിട്ട് അത് നീലയായിട്ടിരിക്കുന്നു. അപ്പം വി തോട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്തെങ്കിലും ഒരെണ്ണം എടുക്കാമെന്ന്. ദുബായിലെ ട്രാഫിക്കിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്ത് ട്രാഫിക്കാന്നറിയാം. ഞാനിപ്പോൾ സാലിക്ക് എടുത്തിട്ട് ഓപ്പോസിറ്റ് വേയാ പോകുന്നത്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അധികം ട്രാഫിക് ഇല്ലാത്ത. പക്ഷെ അമ്മയൊന്ന് പൊക്കിക്ക് ഈ റോഡൊന്ന് കാണിച്ചു കൊടുത്ത്. എന്റെ ദൈവമേ ഭയങ്കര ട്രാഫിക്കാ. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ഡോണ്ട് മിസ് അറ്റ് ഓൾ. നേരത്തെയൊക്കെ ഞാനാണെങ്കിൽ വെൻ ഐ വാസ് പ്രീവിയസ്ലി എംപ്ലോയിഡ് അറ്റ് ഫെറാറി, അത് ഷെയ്ഖ് സായിദ് ഷോറൂം ആണ്. സോ ഷെയ്ഖ് സായിദ് റോഡിന്റെ അവിടെയാണ് ഷോറൂം. എന്റെ ദൈവമേ ഞാൻ അങ്ങോട്ട് എനിക്ക് രാവിലെ 8 മണിക്ക് എത്തണം. സോ ആ സമയത്ത് അധികം ട്രാഫിക് ഇല്ല, പക്ഷെ എന്നാലും ഈ സ്കൂൾ ഏരിയാസ് ആ സൈഡിലൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ ഞാൻ തിരിച്ചു വരാൻ നേരത്തെ 5 മണിക്ക് എന്റെ ജോലി കഴിഞ്ഞ് എന്റെ ദൈവം എനിക്ക് 2 മണിക്കൂർ എത്തും എനിക്ക് എന്റെ വീട്ടിലെത്താൻ. സോ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ഡോണ്ട് മിസ് അബൌട്ട് ദുബായോ, അല്ലെങ്കിൽ ദിസ് ഇസ് സംതിങ് വിച്ച് ഐ എം ഹാപ്പി അബൌട്ട്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ഫ്ലെക്സിബിൾ. എനിക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് പോകുന്നത്. പക്ഷെ അഗൈൻ ലൈക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ചില സമയത്ത് ഇറങ്ങാൻ നേരത്ത് എൻ്റെ അമ്മയും ചേട്ടനും ഒക്കെ പോത്തോലെ കിടന്ന് ഉറങ്ങായിരിക്കും. സോ ആ സമയത്ത് ഇറങ്ങാൻ നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ട്രാഫിക്കിന്റെ കാര്യം എൻ്റെ ദൈവമേ അൺസഹിക്കബിൾ ആയിരുന്നു. ചില സമയത്ത് എനിക്ക് കാല് ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ദുബായിലത്തെ ആൾക്കാർക്ക് എല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. മടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ട്രാഫിക്കും ഒന്നുമില്ല. രാവിലെ ടാക്സി എടുക്കുക, അല്ലെങ്കിൽ ഏത് സമയത്താണെന്ന് വിചാരിച്ച ടാക്സി എടുക്കാൻ പോവുക. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ HQ-ലേക്ക് ജസ്റ്റ് 15-20 മിനിറ്റ്സേ ഉള്ളൂ. ട്രാഫിക് ഉണ്ടെങ്കിൽ കൂടി പോയി ഒരു 30-35 മിനിറ്റ്സ്. അതും ട്രാഫിക് ഉണ്ടെങ്കിൽ. മിക്ക ഫ്ലൈറ്റ്സ് എൻ്റെ രാത്രിയും അല്ലെങ്കിൽ വെളുപ്പിനെയും ഒക്കെ, അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്തൊക്കെയാണ്. സോ അധികം ട്രാഫിക് ഇല്ല. ഈ ഒരു 11 മണിയൊക്കെ ആ ഒരു സമയം ആ നേരത്ത് ഭയങ്കര ട്രാഫിക്കാണ് എൻ്റെ ഏരിയയിൽ. അതുകൊണ്ട് ഇപ്പൊ ട്രാഫിക്കിലും കിടക്കണ്ട. നേരത്തെയൊക്കെ എനിക്ക് ഫെറാറിന്ന് ശമ്പളം കിട്ടാൻ നേരത്ത് പകുതി പൈസയും പെട്രോളിന് പോവായിരുന്നു. സോ ഇപ്പം ആ ഒരു പ്രശ്നമില്ല. പ്രശ്നമായിട്ടുള്ളത് ഇപ്പോഴത്തെ പൈസ ആണെങ്കിൽ മൊത്തം ടാക്സി ചേട്ടന് പോവാ. പക്ഷെ എന്നാലും ലൈക്ക് കിട്ടുന്നത് മൊത്തം എടുത്ത് പോക്കറ്റ് വെക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കഴിഞ്ഞ അച്ഛൻ്റെ കൂടെ ഉള്ള വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ച കാര്യമാണ്, അമ്മ എന്താ ഇവിടെ, അച്ഛൻ എന്താ നാട്ടില്. അതിനെ കുറിച്ച് എന്തോ അമ്മയ്ക്ക് പറയാനുള്ളത്? എടി, നിന്നെ ഒരാളെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാന്. അതെന്താ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ലേ? നിനക്ക് എന്റെ പൊസിഷനിലാവുമ്പോഴേ നിനക്ക് അതിന്റെ ദണ്ണം മനസ്സിലാകത്തുള്ളൂ മോളെ. ദണ്ണോ? ദണ്ണം മീൻസ് സങ്കടം. കിട്ടിയല്ലോ ഉത്തരം.
be part of it. I think they've done an incredible job. So before, can we just give a round of applause to this team? Yeah, they've done a really incredible job. I know you don't know what it is yet. So if you all want to know what it is, just look under your seats. Now, this is the team to thank. That is a gold coin worth 800 dirhams. I just want to get a selfie with everyone. It's a video. Hi, how's everyone doing? Welcome. Thank you so much, Citizen Tadira. Hope you have a happy Diwali across the UAE and across the world, inshallah. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ വാസ് അടിപൊളി. പക്ഷേങ്കിൽ അതിനകത്തെ വെടിയും പടക്കവും ഷൂട്ടിങ്ങും എല്ലാം കണ്ട് വെറുതെ കരഞ്ഞു നിൽച്ചു. അങ്ങനെ ഈ ദിവസം കഴിഞ്ഞു. ഞങ്ങളൊരു സിനിമയ്ക്ക് കയറിയായിരുന്നു. സിനിമയുടെ പേര് അമരൻ എന്നായിരുന്നു. പുതിയ സായി പല്ലവിയുടെ സിനിമ. അതിൻ്റെ അകത്ത് എന്താ ഭയങ്കര വെടിയും ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. അതൊക്കെ കാണാൻ നേരത്ത് അമ്മ തറയെ നോക്കിയായിരുന്നു. ഞാൻ മൊത്തം സിനിമ ഇരുന്ന് കണ്ടു. ഇറ്റ് വാസ് എ നൈസ് മൂവി. ഭയങ്കര ഇന്ത്യൻ ആർമി റിലേറ്റഡ് ആയിരുന്നു. പ്ലസ് ലൈക്ക് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി. എന്തോ റിയൽ ലൈഫിൽ ഓൾറെഡി നടന്ന ഒരു സ്റ്റോറി ആയിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്, വെരി മോട്ടിവേഷണൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ അച്ഛന് ഞാൻ സത്യത്തിൽ ഒരു IPS ആവണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. എന്തായാലും സിനിമയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ സിനിമയ്ക്ക് ഞങ്ങളാണെങ്കിൽ ടിക്കറ്റ് എടുത്തോ കയറി. ഓക്കെ, കയറിയല്ല, ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന ആ കൗണ്ടറിൽ ഞാനും അമ്മയും കൂടെ നടന്നെത്താൻ നേരത്ത് അപ്പുറത്ത് വേറെ ഒരു അറബി പോലത്തെ ഒരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഏത് സിനിമയ്ക്കാണ് പോകുന്നത്? അപ്പം ഞാനും അമ്മയും പറഞ്ഞു അമരൻ. ഉടനെ അവർ പറഞ്ഞു ആണോ, എന്നാൽ പിന്നെ വേറെ ഒരു തിയേറ്ററിൽ ഞങ്ങൾ സിനിമ നമ്പർ 5 പോകേണ്ടത്. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു സിനിമ നമ്പർ 1 പോയി ഗോൾഡിൽ ഇരുന്ന് കണ്ടു കഴിയുമ്പോൾ ദിവാലി ആയതുകൊണ്ട് അവസാനം ഒരു ഗിഫ്റ്റ് കൂടെ തരാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കി എന്തുവായി ഗിഫ്റ്റ് എന്നറിയാമല്ലോ. അപ്പോൾ പോകാൻ നേരത്താണ് ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് പകുതി ഹാഫ് ആയി ഇന്റർവെൽ ആവാൻ നേരത്താണ് ഖാലിദ് വന്നേ. പുള്ളിക്കാരൻ വന്നു. എന്നിട്ട് ഞങ്ങൾക്കാണെങ്കിൽ 2 ഗിഫ്റ്റ് തന്നു. എന്താ ഗിഫ്റ്റ് എന്നല്ലേ, ഗോൾഡ് കോയിൻ ആയിരുന്നു ഗിഫ്റ്റ്. 2.5 പവന്റെ 2 ഗോൾഡ് കോയിൻ. ഞങ്ങളുടെ 2.5 പവനല്ല, സോറി മൈ ബാഡ്, 2.25 പവന്റെ അല്ല 2.5 ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ഓരോ സീറ്റിന്റെ അടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കും അമ്മയ്ക്കും 2 വീതം കിട്ടി. എന്തെന്നാലും അത് കഴിഞ്ഞ് സിനിമ കണ്ട് തീർത്തിട്ട് പിന്നെ ചേട്ടൻ വന്നു. എന്നിട്ട് now we are going home. So that's pretty much it guys. എൻ്റെ ദിവസം തീർന്നു. ചേട്ടൻ ഇപ്പം വണ്ടി ഓടിക്കുക. ഇവിടെ കാണാമല്ലോ അല്ലേ വണ്ടി മൂവ് ചെയ്യുന്നത്. ചേട്ടൻ വണ്ടി ഓടിക്കുക. എന്തായാലും that's pretty much it guys. I hope you enjoyed the video. If you did, don't forget to give it a like, share and subscribe. And I'll see you guys on my next video. Till then, bye.